ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ തന്മയിൽ PCOD ഉള്ളവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ്. നാം PCOD പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. PCODയുടെ ഭക്ഷണ നിയന്ത്രണം എങ്ങനെയായിരിക്കണം എന്നതാണ് ഇന്നും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുറന്നാൽ PCOD ഡയറ്റിനെ പറ്റി ഒരുപാട് വീഡിയോസ്, ഒരുപാട് ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് കാണാം. എല്ലാത്തിലും പറയുന്നത് ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അരി ഭക്ഷണം ഒഴിവാക്കുക, മധുരം ഒഴിവാക്കുക, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതൽ ഉൾപ്പെടുത്തുക, പച്ചക്കറികൾ ഉൾപ്പെടുത്തുക എന്നല്ല. ഇതെല്ലാം ആരോഗ്യകരമായി നോക്കുമ്പോൾ ശരിയായ വസ്തുതകൾ തന്നെയാണ്. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ PCOD കേസുകളും ഒരേ രീതിയിലുള്ള ഭക്ഷണ രീതിയല്ല ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഏകദേശം ഒരു വർഷം മുൻപ് ഒരു 24-25 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു. കാലിക്കറ്റ് IIM പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആകെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും, ആ കുട്ടി ആകെ ക്ഷീണിച്ച് വല്ലാതെ വീക്കായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. അപ്പോൾ PCOD, അമിത ബ്ലീഡിങ്, ഓവർ സ്ട്രെസ്, ഉറക്കമില്ലായ്മ, ഇതൊക്കെ കൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടി ഫോളോ ചെയ്യുന്നത് അരിയാഹാരം പരമാവധി ഒഴിവാക്കാറാണ് പതിവ്. ഗോതമ്പ്, മില്ലറ്റ്സ് ഒക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറ്. മധുരം കഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ചുള്ള എല്ലാ PCODയുടെ കാര്യങ്ങളും കുട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ബ്ലീഡിങ് മാസത്തിൽ 1-2 തവണ ബ്ലീഡിങ് വരിക, അതൊരു 10 ദിവസത്തോളം നീണ്ടു നിൽക്കുക. അതുപോലെ IIM നമുക്കറിയാം, അത്രത്തോളം സ്ട്രിക്റ്റ് ആയൊരു സിലബസിലൂടെ അമിതമായ സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന കുട്ടിക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം, ഒരു ചികിത്സയും ഫലിക്കാതെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ ആ കുട്ടി വല്ലാതെ സഫർ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് ആദ്യം മാറ്റം വരുത്തേണ്ടതായിട്ട് എനിക്ക് തോന്നിയത് കുട്ടിയുടെ ഭക്ഷണ രീതി തന്നെയാണ്. അപ്പോൾ അമിതമായ ഗോതമ്പ് ഉപയോഗം ഒക്കെ ചില കേസുകളിലെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, അമിത ബ്ലീഡിങ്ങിന് കാരണമാവാറുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഗോതമ്പ് പോലെയുള്ള ഭക്ഷണങ്ങൾ, മില്ലറ്റ്സ് എല്ലാം കുറച്ച് കാലത്തേക്ക് നിർത്തിവെക്കാനാണ് ആദ്യമായിട്ട് ഡയറ്റിൽ കൊടുത്തൊരു മാറ്റം. പകരം നമ്മുടെ പൊടിയരിക്കഞ്ഞി, നല്ല തവിടുള്ള കുത്തരി അല്ലെ തവിടുള്ള പൊടിയരിക്കഞ്ഞി തന്നെ 3 നേരവും കഴിക്കാൻ പറയുന്നു. അതുപോലെ പച്ചക്കറികൾ, കാര്യങ്ങൾ, വേറെ ഹെൽത്തി ഫുഡുകൾ ഉൾപ്പെടുത്തുന്ന രീതിയിൽ പ്രധാനമായും വരുത്തിയ മാറ്റം ഇത് തന്നെയാണ്. ഗോതമ്പിന്റെ അമിത ഉപയോഗം മാറ്റി നമ്മുടെ നാടൻ നല്ല മട്ട അരി ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. 1-2 ആഴ്ച കൊണ്ട് തന്നെ കുട്ടിക്കൊരു വ്യത്യാസം അതുകൊണ്ട് തന്നെ ഫീൽ ചെയ്തു എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ഈ കുട്ടിക്ക് പോലും PCODക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് ആ കുട്ടിയുടെ പ്രശ്നമല്ല. നമുക്ക് കൃത്യമായ ഓരോ വ്യക്തിയുടെയും അസുഖത്തിനനുസരിച്ചും ഓരോ വ്യക്തിയുടെ ശരീരപ്രകൃതിക്കനുസരിച്ചുമുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. PCOD എന്നത് ഒരൊറ്റ അസുഖമല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് എല്ലാ PCODയും ഒരുപോലെ ഡയറ്റ് ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ മണ്ടത്തരവും. ഒരു 3-4 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ കുട്ടിയുടെ അമിത ബ്ലീഡിങ്, PCOD ഒക്കെ നമുക്ക് കാര്യമായ വ്യത്യാസം വരുത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമിതമായ മരുന്നുകളില്ലാതെ തന്നെ ഭക്ഷണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ അത് നമുക്ക് ഏകദേശം PCOD നോർമലാക്കാൻ സാധിച്ചു. ഭക്ഷണത്തിൽ ഇത്തരം അമിത ക്ഷീണം, അമിതമായ ബ്ലീഡിങ്, ശരീരത്തിന് വല്ലാതെ ചൂട്, വിയർപ്പ് അനുഭവപ്പെടുക, മുടി കൊഴിച്ചിൽ തോന്നുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. മില്ലറ്റ്സ് എന്ന് പറയുമ്പോഴും അമിതമായ മില്ലറ്റ്സ് ഉപയോഗവും ചില ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് അത്ര പറ്റാറില്ല. മില്ലറ്റ്സ് എന്ന് പറയുന്നത് ഹൈ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ അത്രയും ഫൈബറിനെ ദഹിപ്പിക്കാൻ ചിലർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അതുപോലെ എപ്പോഴും മില്ലറ്റ്സ് കഴിക്കുമ്പോൾ എപ്പോഴും ഒരേപോലെ മില്ലറ്റ് എല്ലാ ദിവസവും കഴിക്കുന്നതിന് പകരം മാറി ഉപയോഗിക്കുക. പകരം അരിയോടോ ഗോതമ്പിനോടോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് മില്ലറ്റ്സിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കാനുണ്ട്.
പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ അരി ഒഴിവാക്കണം എന്ന് പറയുന്നത്? അതിൻ്റെ ഏറ്റവും കൂടുതൽ അപകടം നമ്മൾ ഇപ്പോൾ സാധാരണ കഴിക്കുന്ന റേഷനരി, വൈറ്റ് റൈസ്, വെള്ളയരി, വേഗം ദഹിക്കുന്ന വെള്ളയരിക്കാണ് ഈ കൂടുതൽ പ്രശ്നം നമ്മൾ കാണാറ്. അത് പെട്ടെന്ന് ദഹിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ പെട്ടെന്നൊരു ഗ്ലൂക്കോസ് ലെവൽ ഉയരുന്നതിനാൽ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടൊക്കെ ഹോർമോൺ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഷുഗർ പോലെയുള്ള പ്രശ്നങ്ങളിൽ അരി ഒഴിവാക്കണം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ അപകടം പലപ്പോഴും ഗോതമ്പിനും ഉണ്ട്. വളരെ ഫൈനായിട്ട് പൊടിച്ച ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേ പ്രശ്നം, ഇതേ ലെവലിൽ ഗ്ലൂക്കോസ് ഉയരുന്നൊരു സാധ്യത അവിടെയുണ്ട്. ഇനി ഗോതമ്പ് കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ അത് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് പോലെയോ ഗോതമ്പ് കഞ്ഞിയോ ഒക്കെ പോലെ കഴിച്ചാലാണ് പിന്നെയും ഈ ഒരു ഉപകാരം നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ ഒരു നല്ല തവിടുള്ള കുത്തരി, ഒരു ഏകദേശം കുറച്ച് പഴകിയ ഒരു തവിടുള്ള കുത്തരി കഴിക്കുമ്പോഴും ഇത്തരത്തോളം ഗ്ലൂക്കോസ് ലെവൽ ഉയരുന്നൊരു സാധ്യത ശരീരത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം പതിയെ ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് എപ്പോഴും ഗ്ലൂക്കോസ് ലെവൽ വളരെ താഴ്ന്ന രീതിയിൽ നിൽക്കാൻ സഹായിക്കുക. അപ്പോൾ കുറച്ച് സമയമെടുത്ത് വേകുന്ന മട്ടയരി ഒക്കെ ഉൾപ്പെടുത്തുന്നത് ഗ്ലൂക്കോസ് റൈസ് കുറയാനും, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറികൾ, ചെറുപയർ പോലുള്ള പ്രോട്ടീനൊക്കെ ചേരുമ്പോൾ ഗ്ലൂക്കോസ് ആഗിരണം വീണ്ടും കുറയും. അപ്പോൾ ഇത്തരത്തിൽ 1-2 നേരം അരിയാഹാരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് PCODക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും വൈറ്റ് റൈസ്, വെള്ള അരി ഒഴിവാക്കാൻ ശ്രമിക്കുക. നല്ല തവിടുള്ള കുത്തരി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുറിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് റൈസ് ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാലോ, എപ്പോഴും ഡയബറ്റീസ് ഉള്ള ആൾക്കാരെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ 30, 40, 50, 100 mg വരെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ കൂടുന്ന ഗ്ലൂക്കോസിനെ നിലനിർത്താൻ വേണ്ടി ശരീരം എക്സ്ട്രാ ഇൻസുലിൻ പുറപ്പെടുവിക്കും. അങ്ങനെ ഇൻസുലിൻ ലെവൽ ഒരു പരിധിയിൽ കൂടുതൽ ശരീരത്തിൽ നിലനിൽക്കുന്നത്, അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ സമയവും ഈ ഇൻസുലിൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഇൻസുലിൻ ശരീരത്തിൽ ഒരു അമിതമായ ലെവലിൽ കൂടുതൽ ബ്ലഡിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഒരുപാട് അപകടങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഹോർമോൺ റിലേറ്റഡ് പ്രശ്നങ്ങളിൽ ഉണ്ടാകും. ഇൻസുലിൻ എപ്പോഴും ഒരു ഫാറ്റ് സ്റ്റോറേജ് ഹോർമോണാണ്. ഇൻസുലിൻ എത്രമാത്രം ശരീരത്തിൽ നിലനിൽക്കുന്നോ അത്രത്തോളം കൊഴുപ്പടിയാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. അതുകൊണ്ട് അമിതമായി തടി കൂടുന്നതിൽ വളരെ കുറച്ച് ഭക്ഷണമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഒരു കാരണമാവും. അതുപോലെ ഇൻസുലിൻ ശരീരത്തിൽ കൂടി നിൽക്കുന്നത് കൊണ്ട് ഉത്സാഹക്കുറവ്, ആകെ ഒരു എനർജി ഇല്ലായ്മ തോന്നല്, പെട്ടെന്ന് ക്ഷീണം വരിക, അതുപോലെ മാനസികമായിട്ടും ഒരുപാട് ആങ്സൈറ്റികൾ, ഒരു മനസ്സിന് തന്നെ ഒരു സുഖമില്ലാത്ത അവസ്ഥയെല്ലാം ഇൻസുലിൻ കൂടി നിൽക്കുന്നവരിൽ ശ്രദ്ധിക്കുന്ന ലക്ഷണങ്ങളാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണം നിർത്തുക. അതൊരു ചായ ആണെങ്കിലും ഒരു ബിസ്ക്കറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പ്രധാന ഒരു കാര്യം അത്താഴം കഴിക്കുന്നതിനെ സംബന്ധിച്ചാണ്. നമ്മൾ അത്താഴം പലപ്പോഴും വളരെ ലൈറ്റ് ആക്കാറാണ് എല്ലാവരും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ എന്തെങ്കിലും പഴങ്ങൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ദോശ പോലെ കഴിച്ചിട്ടോ ഒക്കെ നിർത്താറാണ് അധികം ഡയറ്റ് നോക്കുന്നവരും ചെയ്യാറ്. പക്ഷെ അത് കഴിക്കുന്ന സമയം 8 മണി, 9 മണി, ചിലർക്ക് 10, 11 മണി വരെ ആവാറുണ്ട്. അപ്പോൾ എത്ര ഭക്ഷണം കഴിക്കുന്നു, ഒരു ദോശയാണോ 2 ദോശയാണോ എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് എപ്പോൾ കഴിക്കുന്നു എന്നുള്ളതിനും കൂടെയുണ്ട്. നമ്മൾ 10 മണിക്ക് 2 ദോശ കഴിക്കുന്നതും വൈകിട്ട് 6 മണിക്ക് 4 ദോശ കഴിക്കുന്നതും ഒരേ എഫക്റ്റാണ് ശരീരത്തിൽ ചെയ്യുക. 6 മണിക്ക് കഴിക്കുന്നത് വീണ്ടും കുറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ എന്നും പറയാം. അതായത് നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ആവാതെ ഉറങ്ങുന്നതിൽ പല അപകടങ്ങളും ഇത്തരം ഹോർമോൺ റിലേറ്റഡ് പ്രശ്നങ്ങളുള്ളവരിൽ ഉണ്ടാവാറുണ്ട്. ഹോർമോണിൻ്റെ അളവുകളിൽ വ്യത്യാസം വരാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും എല്ലാം രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കാരണമാകും. അതുകൊണ്ട് നമ്മൾ പഞ്ചാബികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാത്ത ഒരുപാട് കസ്റ്റംസ് ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിന് വളരെ വലുതായ ആരോഗ്യകരമായ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ഇപ്പോൾ PCOD പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ടത് പറ്റുമെങ്കിൽ 6 മണിക്ക് മുൻപ് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതും സാധിച്ചില്ലെങ്കിൽ 7 മണിക്ക് മുൻപെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ഏറ്റവും ലൈറ്റാക്കി ഒരു പഴം കഴിച്ചുറങ്ങണം എന്നൊന്നും യാതൊരുവിധ നിർബന്ധവും ഇല്ല. കാരണം രാത്രി ഭക്ഷണത്തിന് ശേഷം വീണ്ടും 10-12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് അടുത്ത ഭക്ഷണം ചെല്ലുന്നത്. അപ്പോൾ അത്രയും ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം നല്ലതാണെങ്കിൽ കൂടെ രാത്രി വളരെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത്രയും നേരം ഗ്ലൂക്കോസ് ഇല്ലാതെ ശരീരം
നിൽക്കുന്നത് കൊണ്ട് ശരീരം വേറെ പല അഡ്ജസ്റ്റ്മെന്റും ആ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യുന്നുണ്ടാകാം. അതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ PCODയെ കൂട്ടുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക, തീരെ അളവ് കുറയ്ക്കാതിരിക്കുക എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. 4ാമത്തെ കാര്യം അമിതമായ പാൽ ഉപയോഗത്തെ പറ്റിയാണ്. ഒരു ഗ്ലാസ് പാല് ഒന്നും വലിയ പ്രശ്നം സൃഷ്ടിക്കാറില്ല എങ്കിലും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ പാലിൻ്റെ ഗുണനിലവാരം, പാലിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോണിൻ്റെ അംശം ഒക്കെ നമുക്ക് തള്ളിക്കളയാനാവാത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പശുക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, പശുക്കളുടെ കഴിക്കുന്ന മരുന്നുകൾ, കുത്തിവെക്കുന്ന മരുന്നുകൾ എല്ലാം പാലിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ഇത്തരത്തിലൊക്കെ എഫക്റ്റ് മനുഷ്യനും വരേണ്ട ഒരു സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അമിതമായുള്ള പാൽ ഉപയോഗം നിർത്തുക. പാല് പോലെ മറ്റെല്ലാ ഡയറി പ്രൊഡക്ട്സുകളും അതിൽ ഏറ്റവും സേഫായി നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മോരാണ്. മോരിന് വേറെ കുറച്ച് മെറ്റബോളിസം, നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വേറെ പല ഗുണങ്ങളും ഉള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് മോര് എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. അതുപോലെ നോൺ വെജ് ഉപയോഗം, ഇറച്ചി, മീന്, മുട്ട എല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കണം എന്നുള്ളതില്ല. മുട്ടയൊക്കെ നമുക്ക് സേഫായിട്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ കൂടുതലായിട്ട് ഫ്രൈ ചെയ്ത ഐറ്റംസ്, അത് നോൺ വെജ് ആണെങ്കിലും അത് ഒഴിവാക്കുക. കറി വെച്ചത് മാത്രം കഴിക്കുക. പൊതുവെയുള്ള നോൺ വെജ് കഴിക്കുന്നതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. മീനുകളാണെങ്കിൽ ഏറ്റവും ചെറിയ മീനുകൾ കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. അതിൽ കുടംപുളി, വെളുത്തുള്ളി ഒക്കെ ചേരുന്നത് കൊണ്ട് അതെല്ലാം PCODക്കുള്ള ഒരു ഔഷധങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചേർന്ന് മീൻ കറി വെച്ച് കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും PCODയിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഓരോ അസുഖത്തെ വെച്ചിട്ടും ഓരോരുത്തരുടെയും PCODക്കുള്ള ലക്ഷണങ്ങളെ വെച്ചിട്ടും ഓരോരുത്തരുടെ ശരീരപ്രകൃതി വെച്ചിട്ടും കൃത്യമായ കസ്റ്റമൈസ്ഡ് ഡയറ്റ്, അതായത് ഓരോ വ്യക്തിക്ക് വേണ്ട ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ PCOD എന്നുള്ളത് നമുക്ക് അത്ര വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമായിട്ട് നിലനിൽക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ PCODക്ക് പറഞ്ഞ 100% റിസൾട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡയറ്റ് മാറ്റുന്നത് കൊണ്ടും ആയുർവേദ മെഡിസിൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് PCOD ഉള്ളവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.